കാഴ്ചപ്പാടും ആ കാഴ്ചയോടും ആ ചിന്തയോടും ഇരിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. We experience God's blessings in every sense when we go out and do all the things, but we experience God's guidance when we come to the presence of the Lord. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആ നിയോഗങ്ങൾ, ആ ഗൈഡൻസ് നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. Today I'm going to speak a practical issue that always many of you that issue may be bothering in your heart. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ അലട്ടിയിട്ടുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വിഷയത്തെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. That is, we have concern and burden for unsaved family members. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്ത നമ്മുടെ കുടുംബാംഗങ്ങളെ പറ്റിയുള്ള നമുക്ക് ചിന്തയുണ്ടായിരിക്കാം. We pray, we speak to them, we do all kind of things and we tell to others to pray, but sometimes nothing happens. നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുകയും സാധ്യതകളുണ്ട്, പക്ഷേ ഒന്നും സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ലായിരിക്കാം. I remember the true story of Susanna Wesley. സുസന്ന വെസ്ലിയുടെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവ കഥയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. She had 14 children and she used to pray for every child. 14 കുഞ്ഞുങ്ങൾ തനിക്കുണ്ടായിരുന്നു. തനിക്കുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയും താൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. And all of them become ministers of God, in that John Wesley is one of them. അവരെല്ലാവരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആയി തീരുവാൻ കർത്താവ് സഹായിച്ച അതിലൊരു വ്യക്തിയായിരുന്നു ജോൺ വെസ്ലി. You might heard about George Muller, who is known for the hero of faith. വിശ്വാസത്തിന്റെ ഒരു ഹീറോ എന്ന നിലയിൽ ജോർജ് മുള്ളറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. And for everything that he did through the faith. തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും താൻ വിശ്വാസത്തിൽ നേടിയെടുക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. Regarding the story of him, that there are a lot of his own friends, those who never came to the Lord, throughout his life, that he preached them, he talked to them, he spoke to them, but nothing happened to especially two of his friends. തന്റെ ജീവിതത്തിൽ വളരെ സ്നേഹിതരുണ്ടായിരുന്നെങ്കിലും രണ്ട് കൂട്ടുകാരെ തനിക്ക് ഒരിക്കലും തന്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നേടുവാനായിട്ട് സാധിച്ചില്ല. And when George Muller died, but these two people still remained unsaved. ആ ജോർജ് മുള്ളർ എന്ന വ്യക്തി താൻ മരിച്ചെങ്കിലും ഈ രണ്ട് വ്യക്തികൾ കർത്താവിനെ അറിയാതെ ഈ ലോകത്തിലായിരുന്നു. But it happened that one day these friends went to his burial ground, and they are crying, thinking about all that love that he shown to them. ഒരു ദിവസം ഈ രണ്ട് സ്നേഹിതർ ജോർജ് മുള്ളറിനെ അടക്കം ചെയ്യപ്പെട്ട ആ സ്ഥലത്ത് കടന്നുപോയി തങ്ങളോട് ആ വ്യക്തി ജോർജ് മുള്ളർ കാണിച്ച ആ സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് അവർ വളരെ കരയുവാനായിട്ട് ഇടയായി തീർന്നു. So when they are crying, when they are remembering how much he loved them, then there's something happened in their hearts. Their hearts opened, they given their life to the Lord. അങ്ങനെ അവിടെ ആ ഒരു സമയത്ത് തങ്ങളായിരുന്നപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ച സ്നേഹത്തെക്കുറിച്ച് ഓർക്കുകയും അങ്ങനെ തങ്ങൾ കർത്താവിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. So this is one of the example that even you do your best efforts, but you may not see the results in your lifetime, but God is faithful to fulfill his purpose. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം എഫേർട്ടുകൾ എടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ കർത്താവിലേക്ക് നയിക്കുവാൻ വേണ്ടി. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത് നിങ്ങൾ കണ്ടെന്ന് വരത്തില്ല. പക്ഷേ നിങ്ങളുടെ മരണത്തിന് ശേഷമായിരിക്കാം ചിലപ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നത്. Even in my family, where we are 6 sisters and 2 brothers, total 8 of us, we came from Hindu background. I remember from childhood my mother used to, throughout the night, she used to cry and pray for the salvation of every member in our family. ഞങ്ങളുടെ കുടുംബത്തിൽ 8 പേരാണ് മക്കൾ, 6 പെൺകുഞ്ഞുങ്ങളും 2 ആൺമക്കളും. അതിൽ ഞങ്ങളുടെ മാതാവ് എല്ലാ ദിവസവും ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Her tears never gone waste. All of us are in the ministry, or kind of ministry. All are saved in the entire our whole family. ആ മാതാവിന്റെ കണ്ണുനീർ ഒരിക്കലും വൃഥാവായില്ല. ഒരു വിധത്തിലല്ലേ മറ്റൊരു വിധത്തിൽ ഞങ്ങൾ എല്ലാവരും കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്നു. Now my point, you might understood that we have concern, we pray for our beloved ones, and they may come to the Lord or they may not come to the Lord. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ചിലപ്പോൾ ചിലരോട് സുവിശേഷം പറയുന്ന അവർ ദൈവഭാഗത്തേക്ക് കടന്നു വരുന്നിരിക്കാം, വന്നില്ല എന്ന് വരാം. But my bottom point of the message today is that what God is doing, whether God will save them or not. എൻ്റെ ഇന്നത്തെ ചിന്ത എന്നുള്ളത് നമ്മൾ ദൈവസന്നിധിയിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവം എന്താണ് ആ വിഷയത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. Whether God can save them or not. ദൈവത്തിന് അവരെ വിടുവിക്കുവാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. What do you say? നിങ്ങൾ എന്ത് പറയുന്നു? What do you think? Do you have anyone in your family members that you are praying? നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ടോ അവർ കർത്താവിലേക്ക് കടന്നു വരുവാൻ? And you didn't see any kind of result. ഒരു റിസൾട്ടും അതിൽ കാണുന്നില്ലാത്ത സാഹചര്യങ്ങളുണ്ടോ? And sometimes doubt comes. It may not be God's will, or we tell many other things to make it sense that God cannot do.
നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ആ ചിന്തകൾ കടന്നു വരുന്നോ, ദൈവത്തിന് അത് സംഭവിക്കുവാൻ അല്ലെ അത് സാധിപ്പിക്കുവാൻ കഴിയത്തില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ? But for our surprise, it's not only people, those who are alive, are thinking about the salvation of your beloved ones. Those who are still alive, we are burdened for the people, those in our life, to be saved. നമ്മളിപ്പോൾ ആരോഗ്യത്തോടെ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ വറി ചെയ്യുമ്പോൾ, But Bible is recording one person who died, then he is concerned about his unsaved members. എന്നാൽ വേദപുസ്തകത്തിൽ ഒരു വ്യക്തിയെപ്പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ വ്യക്തി മരിച്ചതിന് ശേഷവും തന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് വ്യാകുലപ്പെടുന്ന ഒരു വ്യക്തിയെ പറ്റി. Can you think who is that? Yes, you are right. So now when you think in this way that after death people still think about the unsaved members, it is something great, right? സോ ആ ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം ഇവിടെ ഭൂമിയിലുള്ള വിശ്വാസത്തിൽ കടന്നു വരാത്ത ആളുകളെ കുറിച്ച് ചിന്തിക്കുന്നത് അത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? It is in Luke chapter 16, the whole story is written there. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ആ ഒരു മൊത്തം ആ ഒരു കഥ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. And you know that this is not a parable. ഇതൊരു ഉപമയല്ല. You know, parables means the comparison of with something else, something, so that you learn something out of it. ഇതൊരു ഉപമയായിട്ട് പറഞ്ഞൊരു വിഷയമല്ല, അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാനായിട്ട്. This is in this story that Jesus told the real people and real place. It's supposed to be maybe once in a while when you are watching a drama or stage, the show, you may not know what is happening behind. But sometimes children or somebody open the curtain from somewhere, then you know there are what is happening behind. So something in the similarity. Once in a while, God opens the door behind what is happening. We can see the glimpse of the things, scenes behind. ഇതൊരു ഉപമയായിട്ടല്ല കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു കർത്താവ് നമ്മളോട് പറഞ്ഞു തരികയാണ് ഒരു കാര്യം, നമ്മൾക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ പുറകെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പിക്ചർ നമ്മളെ കാണിക്കുന്ന ഒരു പോർഷനാണിത്. There is a real heaven, there is a real hell, and the real people, those who go to hell, and there is a greatest pain in the hell is not only the torment that they go through, but the pain of their own people are still on the way to hell and they can do nothing. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ശരിയായിട്ടൊരു ഹെവനുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. അവിടെ ആളുകൾ അനുഭവിക്കുന്ന വേദനകളുണ്ട്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ വേദനകളെ പിക്ചറൈസ് ചെയ്ത് കാണുവാനാണ് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് സാധിക്കും. We know the story. In the story, this man pleads Abraham to do this, send Lazarus back, give me what, all things. He done maximum. He given advice to Abraham what to do so that they can be saved. But it is not mentioned whether they are saved or not at the end. ഇവിടെ ധനവാനായ വ്യക്തി താൻ അബ്രഹാം പിതാവിനോട് താൻ പറയുന്നു, അത് ഇത് ചെയ്യുന്നു പറഞ്ഞു പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷെ നമ്മൾക്കറിയത്തില്ല ആ വ്യക്തികൾ സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിച്ചോ ഇല്ലയോ എന്നുള്ളത്. So that gives us warning. As long as there is a breath in your nostrils, you must not give up praying and giving your efforts to bring them to the Lord. ഇതിൽ നിന്ന് നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്ന, നമ്മുടെ അവസാന ശ്വാസം വരെയും നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നമ്മുടെ എഫേർട്ട് അവസാന ശ്വാസം വരെ നമ്മൾ കൈവിടരുത്. As I begin the question with the question, can God save them? The answer is yes, He can. ദൈവം അവരെ വിടുവിക്കുവാൻ കഴിയുമോ? യെസ്, സംഭവിക്കും, അത് സാധ്യമാണ്. So through this the story that has happened, we can take some glimpse and secrets out of it. What really God is doing to save them? ഇവിടെ ഈ ഒരു പാസേജിൽ നിന്ന് നമുക്ക് നോക്കുവാൻ കഴിയുന്നത് എന്താണ് ദൈവം അവിടെ ചെയ്തത് അവരെ വിടുവിക്കുവാൻ വേണ്ടി. We are doing our part. We are praying for them. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. And you are showing your love to them. You are as much as all the trials that you are doing. But what God is doing? നമ്മൾ നമ്മളുടെ സ്നേഹം അവരോട് പങ്കുവെക്കുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ദൈവം എന്താണ് അവിടെ ചെയ്യുന്നത്? So I want to show you three things that what God already done for the salvation of your unsaved family members. ദൈവം നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്ത ഫാമിലി മെമ്പേഴ്സ്, കുടുംബാംഗങ്ങളെ പറ്റി എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. And what is doing at present. ദൈവം എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളത്. And what God is expecting from you more than what you are doing. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്താണ് ദൈവം നമ്മളിലൂടെ നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? Verse 29, Abraham is replying to this man for the question that he asked. They have Moses and prophets, let them listen to them. ഇവിടെ 29-ാം വാക്യത്തിൽ കാണുന്നു, അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. You know the story, so I am not giving you all elaborated thing. He asked, send Lazarus so that they can believe. Is basically you have to keep in mind that not only you, the person who is in hell also is burdened for their own unsaved members. He is giving such that Abraham is telling that it is not possible.
They already have Abraham, in the scriptures, Moses and prophets with them. ഇവിടെ ധനവാനായ വ്യക്തി താൻ പറയുകയാണ് ലാസറിനെ അയക്കണമേ, തൻ്റെ കുടുംബാംഗങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി അവരോട് സുവിശേഷം അറിയിക്കുവാൻ തന്നെ അയക്കണമെന്ന് താൻ നരകത്തിൽ കിടന്നുകൊണ്ട് പറയുകയാണ്. The Bible is not denying his genuine love for his brothers, either he is sinner or a saint. ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു വിശുദ്ധനോ അവിശ്വാസിയോ ആയിക്കോട്ടെ, പക്ഷെ തൻ്റെ ജെനുവിനായിട്ടുള്ള സ്നേഹത്തെ ഇവിടെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ So സാധിക്കും. Abraham is just showing him the reality that already there is something in place that God has kept so that unsaved members can be saved. ഇവിടെ അബ്രഹാം പിതാവ് ഇപ്രകാരം പറയുകയാണ്, ഓൾറെഡി ഒരു കാര്യം അവിടെ ചെയ്തിട്ടുണ്ട്, അൺസേവ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ വിടുവിക്കുവാൻ വേണ്ടി. So what you supposed to notice who is praying is, it's not only that you are burdened, more than you, God is burdened for their salvation. നമ്മൾക്ക് എത്രമാത്രം ബേർഡൻ, എത്രമാത്രം ഭാരമുണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറമായിട്ട് ഭാരമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ So ദൈവം. out of unbelief you should not say that my faith is not good, or God is not responding to my prayers, or they are hardened their hearts. No, negativity can work before by comparing that God is burdened for their salvation. നമ്മൾ അവിശ്വാസത്തോടെ പറയരുത് ദൈവത്തിന് അത് സാധിക്കുമോ, നമ്മളുടെ വിശ്വാസം കുറഞ്ഞുള്ള വാക്കുകളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതിനോട് ചേർന്ന് So പറവാനിടയാകരുത്. what are those things that God is already set in place so that your unsaved friends and family members come to the Lord? ദൈവം എന്താണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, മറ്റ് അവിശ്വാസികൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി? So God has given the prophets and Moses. ദൈവം അവിടെ പ്രവാചകന്മാരെയും മോശയും അയച്ചിട്ടുണ്ട്. That refers, God has given his word. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്, ദൈവത്തിന്റെ വചനത്തെ നൽകിയിട്ടുണ്ട്. What word of God is doing? എന്താണ് ദൈവത്തിന്റെ വചനം ചെയ്യുന്നത്? The greatest gifts that God has given to humanity is one among them. Number one is the word of God. മനുഷ്യരാശിക്ക് വേണ്ടി ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് ദൈവവചനം. In John chapter 5 verse 29, Jesus told in this way. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. Verse 39. Jesus said, "You study the scriptures carefully because you think they give you eternal life." 39-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. So that means the word of God is given so that people will find the eternal life, that is salvation. ദൈവവചനം നൽകിയിരിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ്. So now you think about it. Now, when did God has given the word of God to us? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ദൈവത്തിന്റെ വചനം എപ്പോഴാണ് നമ്മൾക്ക് നൽകിയത്? So the word of God in place, either it's written or biblical or printed as a Bible or not, or it's through the word that goes around, the word of God is able or capable enough to give the eternal life to the people, those who obey it. അനുസരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നിത്യജീവനായിട്ട് ദൈവത്തിന്റെ വചനം ദൈവം നൽകിയിരിക്കുന്നു. So the word of God is in place not only in our generations before, ever before it printed or preached. The word of God is alive there. So it is a God's provision of saving people or bringing them to the knowledge of salvation. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കർത്താവിങ്കലേക്ക് രക്ഷയിലേക്ക് കൂട്ടിവരുത്തുവാൻ വേണ്ടിയുള്ളത് കാലങ്ങൾക്ക് മുൻപേ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. So now you keep aside, keeping in mind that you are having your own efforts, praying and sharing them, but you have to remember that God is already at work in their lives. നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഓൾറെഡി തന്റെ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞു. I am not lessening your efforts, but I want you to see the supreme effort of God that is already in place. ദൈവത്തിന്റെ സുപ്രീമായിട്ടുള്ള എഫേർട്ടില് നമ്മൾക്ക് വേണ്ടി മുന്നമേ ചെയ്തിരിക്കുന്നത്, ഓൾറെഡി എക്സിസ്റ്റ് ആയിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. That is why 1 Peter chapter 3 verse 9 says that why God is delaying, so that somehow or some other way that they will be touched by the word of God, the knowledge of salvation. 1 പത്രോസ് 3:9 ദൈവം നമുക്ക് വേണ്ടി നശിക്കപ്പെടാത്ത കാര്യത്തിൽ നമുക്ക് വേണ്ടി മാനസാന്തരത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തിയെ കാണുന്നു. Here he says that God do not want your people to be perished, so that everyone may come to the repentance. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ, ആരും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം ആഹ്വാനം ചെയ്യുന്ന വാക്യത്തെ നമുക്ക് ഇവിടെ കാണാം. So you may ask how this one will save the unsaved people. എങ്ങനെ ദൈവത്തിന്റെ വചനം വിശ്വാസികളെ വിശ്വാസികളാക്കുവാൻ കഴിയും? Either you understand or not, it doesn't make any sense, but God kept in place. This gives the eternal life to every person in this world. നമ്മളത് മനസ്സിലാക്കിയാലും തിരിച്ചറിഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ വചനം മനുഷ്യരാശിയെ വിടുവിക്കുവാൻ വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതാണ്. Sometimes I am not criticizing. I watched and I did, and I was participated in many crusades or many gospel meetings, many things. Now, sometimes it looks funny what you are sharing in the
the corners or to the people what you're sharing in the mics. It doesn't really make any sense. But what we believe, one single word at least can touch that person. ചില സമയങ്ങളിൽ ചില ക്രൂസൈഡുകൾ കൺവെൻഷനുകളിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് നമ്മൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ നമുക്കത് എന്തുകൊണ്ട് അവർ പറയുന്നെന്ന് ചിന്തിച്ചെന്ന് വരാം. പക്ഷേ ചിലപ്പോൾ ഒറ്റ വാക്കായിരിക്കാം ഒരു വ്യക്തിയെ I'm മാനസാന്തരപ്പെടുത്തുന്നത്. not going to explain how this word of God can touch the people, but we know we have to believe God, the word of God is as that, and it is working in the hearts of unsaved members. എല്ലാവരെയും വിടുവിക്കുവാൻ വേണ്ടി ശക്തമാണ് ദൈവത്തിന്റെ വചനം. And the second thing that God kept in place for the saving and bringing the people into salvation knowledge is His work. ദൈവത്തിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് രണ്ടാമതായിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. In the God's work, first thing comes into the place is the creation. ദൈവത്തിന്റെ സൃഷ്ടിയാണ് ആദ്യത്തെ പ്രവൃത്തിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് You know, the സാധിക്കുന്നത്. creation, even it doesn't have the speech or language, it is speaking. ആ സമയത്ത് സംസാരവും മറ്റു കാര്യങ്ങൾ ഇല്ലെങ്കിലും തന്റെ വാക്കിനാൽ ഉളവായതാണ് നമുക്ക് കാണുന്നത്. Long ago we participated in like being a missionaries. There's some kind of relaxation, some kind of refreshment. There is a life revision seminary we attended once. ഞങ്ങൾ ഒരിക്കൽ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. So in that seminary they teaches us we are in a world where there is a lot of noises, especially those who are in the ministry. Not only they're able to listen what their family members, what all happening, they're supposed to listen everybody else, those who are speaking to them. So ഒത്തിരി ശബ്ദ കോലാഹലങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ ഇവിടെയും കേൾക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. You might be seeing pastors and prayer points. You will be putting a prayer point about Bihar, Ethiopia, or Babuchan family, and suddenly about something else, and so many, it just goes zig somewhere else. That means think about how much more they may be worried or concerned or so many things in their mind. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ വിവിധ കാര്യങ്ങൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തി ജീവിതങ്ങൾ അവസ്ഥകളെയൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. പല കാര്യങ്ങളെ നമ്മൾ കണക്ട് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. But men of God are supposed to listen what is not spoken. ഒരു ദൈവ പുരുഷനല്ല ഒരു ദൈവ പൈതൽ എന്താണ് സംസാരിക്കാതിരുന്നത് അതിനെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. That is why actually men of God are so powerful or anointed, because the spirit of discernment is upon them. അവര് ദൈവത്തിന്റെ ആ ഒരു ജ്ഞാനം അല്ലെങ്കിൽ ഒരു ഡിസേൺമെന്റ് അവരുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് അവർ അപ്പോയിന്റഡ് ആയിട്ടിരിക്കുന്നത്. So my point is not about that. My point is God has kept something that speaks, but there is no sound to it. ദൈവം ചില കാര്യങ്ങൾ സംസാരിക്കും, പക്ഷെ അതിന്റെ ശബ്ദം നമ്മൾ കേട്ടെന്ന് വരത്തില്ല. Psalms 19 speaks about it. സങ്കീർത്തനം 19 ഇപ്രകാരം പറയുന്നു. First few verses says that the heavens declare the glory of the Lord, sky proclaim the work of His hand, day after day and night after night they reveal the knowledge. They have no speech, they use no words, no sound heard from them, yet their voices goes out into all the earth and ends of this world. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവ് നൂലും, ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. We need money, we need people, we need quiet team, we need arrangements. അതിന് പണം ആവശ്യമാണ്, അതിന് അറേഞ്ച്മെന്റ്സ് ആവശ്യമാണ്, മറ്റിതര കാര്യങ്ങൾ ആവശ്യമാണ്. But God has kept outreach team in place in the creation from beginning of the day of the creation until today, and until it's going to end. It's going to talk about there is a God. ഒരു സൃഷ്ടിയുടെ ആദ്യ ദിനത്തിൽ തന്നെ ദൈവം നിർമ്മിച്ചതാണ് ഔട്ട്റീച്ചിന്റെ ഉള്ള പ്രവർത്തനങ്ങളും അതിന്റെ മിഷനും കാഴ്ചപ്പാടുകളും എല്ലാം ആദ്യമേ നിയമിച്ച കാര്യമാണത്. So God is speaking to everyone either before ever you spoke to them. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് ഓൾറെഡി അവരോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. And other thing, God's work is Christ, Jesus Christ coming to this earth. അടുത്തൊരു കാര്യം ക്രിസ്തുവിലൂടെ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതിനോട് അടിസ്ഥാനപ്പെട്ടാണ്. The very reason that Jesus Christ came to this world to seek and save the lost. നഷ്ടമായ വ്യക്തികളെ ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരിച്ചെടുക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് Why വന്നത്. God sent His Son? God so loved this world, so He sent His Son as for the redemption. ഈ ഭൂമി അത്രത്തോളം സ്നേഹിച്ചു, താൻ ഈ ലോകത്തിലേക്ക് തന്റെ പുത്രനെ അയച്ചു. So Jesus Christ came to this world. It is evidence. It's a work of God. Why He came is to save the sinners. ഈ ലോകത്തിലെ പാപികളായിട്ടുള്ള വ്യക്തികളെ വിടുവിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. It's good that you have burden. നമ്മുടെ ഉള്ളിൽ ഭാരമുണ്ടെന്നുള്ളത് നല്ല കാര്യമാണ്. You should understand God is more burdened than you for your own beloved. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളെ കുറിച്ച് ദൈവത്തിന് നിങ്ങളെക്കാൾ അധികം ബർഡൻ ഉണ്ട്. So that will increase your faith
No, at any cost, someday God will bring them to the Lord. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പോടെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ആയിരിക്കും ഒരു ദിവസമല്ലേ മറ്റൊരു ദിവസം അവരെ ക്രിസ്തുവിലേക്ക് അവരെ കൊണ്ടുവരുവാനായിട്ട്. And the cross is the ultimate expression of God's love. ക്രൂശാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. In Romans he talks about God demonstrated his love through the cross. റോമലേഖനത്തിൽ കാണുന്നു ക്രൂശിലൂടെ താൻ കർത്താവിന്റെ സ്നേഹത്തെ വെളിവാക്കിയതായിട്ട് കാണുന്നു. The work of God, that is creation and Christ and the cross, are God's provision of salvation for your beloved ones. സൃഷ്ടിയെ, ക്രിസ്തു, ക്രൂശ് എന്നുള്ള മൂന്ന് കാര്യങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടി അല്ലെങ്കിൽ വർക്കിനെ കാണിക്കുന്നു. And not only that, it is God's will that everybody should be saved. ദൈവത്തിന്റെ ഹിതമാണ് എല്ലാവരും രക്ഷയിലേക്ക് വരിക എന്നുള്ളത്. So you come to fill with some kind of burden for your unsaved members only when you realize that they are unsaved. നമ്മൾ തിരിച്ചറിയുന്നു നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ അവർ വിശ്വാസത്തിൽ അല്ല എന്ന തിരിച്ചറിവാണ് നമ്മൾ അവരെക്കുറിച്ചുള്ള ബർഡൻ കൂടുതലാക്കുന്നത്. That means your burden is a time limited. It started some point, somewhere you may give up or you may continue until your death. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജീവിതത്തിന്റെ ഒരു സമയത്തിലായിരിക്കാം ആ ഒരു ബർഡൻ സ്റ്റാർട്ട് ചെയ്തത്. ചിലപ്പോൾ അത് ചില സമയത്ത് അത് അവസാനിച്ചെന്നും വരാം. But it is God's will. When God willed that every unsaved members has to be saved, is it ever before the creation, right? As we read in 2 Peter just now, that God is not silent. God is not waiting for a long time. God has a will. It is God's will that nobody should perish, but everybody should be saved. എല്ലാവരും രക്ഷയിലേക്ക് കടന്നു വരണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ താല്പര്യമാണ്. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾക്കത് കാണുവാനായിട്ട് സാധിക്കും. So in the past efforts of God, God has set everything in place so that none should be perished, but they will come to the knowledge. But how they will come to the knowledge? The word of God, the creation, the Christ, cross, everything is speaking to their souls. ദൈവത്തിന്റെ ഹിതം എന്നുള്ളത് എല്ലാവരും കർത്താവിലേക്ക് കടന്നു വരണം. എങ്ങനെയെന്നാൽ കർത്താവിന്റെ സൃഷ്ടിയിലൂടെയും ക്രിസ്തുവിലൂടെയും ക്രൂശിലൂടെയും. Okay, God has done and many more things. I'm only presenting few things what God has set in place to save your beloved ones. But what God is doing currently, that they may come to the Lord. ഞാൻ ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം എന്താണ് പ്രവർത്തിക്കുന്നത്? Let us read verse 29 to 31. 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? Luke chapter 16, 29 to 31. Abraham replied, "They have Moses and prophets, let them listen to them." Then he said, a rich man is saying, "No, Father Abraham," he said, "but if someone from the dead goes to them, they will repent." He said to him, "If they do not listen to Moses and prophets, they will not convince if someone rises from the dead." അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവൻ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവൻ അവരോട്, അവർ മോശയെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. Carefully observe what really is happening here. ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കുവാൻ കഴിയും എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. Already he told there is Moses and scriptures, prophets are there. അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മോശയും വചനവും അവിടെ ഉണ്ടെന്നുള്ള കാര്യം. Abraham is explaining God already provided something that they should not be missed. Their God is they have no excuse. They have to be saved. അവരെ നഷ്ടമായി പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം മുന്നമേ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് അബ്രഹാം പിതാവ് പറയുകയാണ്. Now he said, no, Father, not like that. If the person from the dead alive goes back, and they will no. അബ്രഹാം പിതാവെ, അങ്ങനെയല്ല, മരിച്ച ഒരു വ്യക്തി തിരിച്ച് കടന്നു ചെന്നു കഴിഞ്ഞാൽ അവരത് തിരിച്ചറിയുമ്പോൾ അവർ മനസ്സിലാക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. He is also just like many of us. നമ്മളെ പോലെയാണ് ആ വ്യക്തിയും. He refused to acknowledge or recognize what God already done in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഓൾറെഡി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് തിരിച്ചറിയുവാൻ താൻ താല്പര്യം കാണിച്ചില്ല. But we want something miracle, extraordinary to happen to prove that God is powerful or alive. അതല്ലാതെ മറ്റൊരു അത്ഭുതകരമായ കാര്യം കണ്ട് ആളുകൾ വിടുതൽ പ്രാപിക്കുമെന്ന് താൻ ചിന്തിച്ചു. We want a fresh proof of God's sustainability or existence or God's love towards the unsaved people. അൺസേവ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഒരു വ്യത്യസ്തമായ ഒരു പുതിയൊരു കാര്യം താൻ ഉണ്ടാകുവാൻ വേണ്ടി താൻ ആഗ്രഹിച്ചു. Are we in this batch? നമ്മൾ ആ ഒരു കൂട്ടത്തിലാണോ? After praying, after doing everything, tired of not anything happening, then we think that this person cannot be saved, or this fellow will not turn back, or even God also cannot do anything. നമ്മളും ആ ഒരു കൂട്ടത്തിലാണോ? നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടും ആ ഒരു വ്യക്തി വിടുതൽ പ്രാപിക്കാത്തതുകൊണ്ട് നമ്മൾ അത് ഗീവ് അപ്പ് ചെയ്യുകയാണ്, ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കത്തില്ല എന്ന് ചിന്തിക്കുകയാണോ? So he's actually, the rich man is questioning God. So, okay, you did something in the past, but what about now? Do something now.
സോ ഇവിടെ ആ ധനികനായ വ്യക്തി പറയുകയാണ് ദൈവം പണ്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ എന്താണ് ആ ഒരു സാഹചര്യത്തിൽ ചെയ്യുവാൻ കഴിയുന്നത്? But there's an answer in the Bible. God is continuing to work on the unsaved members. അതിനൊരു ഉത്തരം ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം അൺസേവ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ നേടുവാൻ വേണ്ടി. When Jesus was speaking about the Holy Spirit is coming and when he will come, what he will do, he told that he will come into this world and convict people about the sin and about the judgment. യേശു കർത്താവ് താൻ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ ലോകത്തിലെ വ്യക്തികളുടെ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ചുള്ള ബോധം അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. It shows that if a person fail at receiving or looking at God or knowing about God with what God already is kept, that is word of God, church, preaching, everything else, but he should not miss something else which Holy Spirit does. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം നഷ്ടമാക്കാതെ ബാക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിൽ അത് നഷ്ടമാക്കിയാലും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം നഷ്ടമാക്കാതെ ഒരു വ്യക്തിയായിരിക്കണം. I want to tell that we may fail in our efforts, but God will never. നമ്മൾ പല എഫേർട്ടുകൾ നമ്മൾ നഷ്ടമായി പോയാലും തോറ്റുപോയാലും ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നാം നഷ്ടമായി പോകും. Your prayers may fail or your efforts of sharing gospel may fail. People may not, because of you, people may not come even in spite of your all efforts. But when God is putting effort, he cannot fail. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ അധ്വാനത്തിൽ കൂടെ പലരും കടന്നു വന്നില്ല എന്ന് വരാം, പക്ഷേ ദൈവം ഒരു നാളും പരാജയപ്പെടുന്ന ഒരു ദൈവമല്ല. Why I am mentioning this is, you can share gospel, you can tell that if you don't believe, go to hell. You tell many things to either scare him or plead him, whatever it may be, but you cannot change his mind, you cannot change his convictions. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കുവാൻ കഴിയും, നിങ്ങൾ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവരെ പേടിപ്പിച്ച് അവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചെന്ന് വരാം, പക്ഷെ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ തീരുമാനത്തെ മാറ്റുവാൻ നമ്മളെ കൊണ്ട് മാനുഷികമായി കഴിയില്ല. That's what exactly God Jesus told in John chapter 18:8. That when the Holy Spirit comes, he will prove the world to be in the wrongs about sin and righteousness and judgment. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെ ആകുന്നു തിരിയുന്നെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. So here the Holy Spirit is the conviction, is the thing that which we cannot do, but Holy Spirit does it. നമ്മൾക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് ചെയ്യുവാൻ സാധിക്കും. And the Holy Spirit is in place, is continue to work in our hearts of our beloved ones, that he'll continue to convict them about the sin. നമ്മുടെ സ്നേഹിതർ, നമ്മുടെ സഹോദരങ്ങൾ, അവരെ ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിക്കുവാനായിട്ട് ഇടയായി. Here another powerful weapon that God using at present time is that our lives and testimony. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതവും നമ്മുടെ ടെസ്റ്റിമണിയുമാണ് നമ്മുടെ മറ്റുള്ളവരോട് ദൈവത്തിന്റെ സാക്ഷിയും. When a person changed or come to the salvation, Bible calls him as a new creation. ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് വചനത്തിൽ കാണുന്നു. New creation is something different than before. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ പഴയതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. Either the world notice or not, your own friends, your own family members are noticing what change happened in your life. അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം വന്നു എന്നുള്ളത് നമ്മൾ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ തിരിച്ചറിയണം. Externally they may not say, yeah, you changed, we can see a lot of change in you, but internally the Holy Spirit uses your life to speak to that person. Change can be possible, and God only can change our lives. പുറമേ ചിലപ്പോൾ നമ്മുടെ സ്നേഹിതർ, നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വ്യത്യാസത്തെ പറ്റി പറഞ്ഞെന്ന് വരത്തില്ല, പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവാത്മാവ് അവർക്ക് അതിന്റെ ഒരു ഗൈഡൻസ്, ഒരു പ്രേരണ കൊടുക്കും. As the Holy Spirit continues his work of conviction, your lifestyle continue to encourage them, to attract them to the love of the Lord. നിങ്ങളുടെ ജീവിതത്തിൽ ദിനംപ്രതി ആ ഒരു ജീവിത ശൈലിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവരുടെ ജീവിതം മാനസാന്തരപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. How good and great thing to us to observe that God is using your life. Your life means the way that you're behaving in the front of the others, those who are unsaved, as a vessel or a weapon to convict them through the Holy Spirit. എത്ര അതിശയകരമാണ്, എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിത ശൈലി കൊണ്ട് ചില വ്യക്തികളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ കഴിയുന്നത്. Third thing is challenging from the word of the Lord. മൂന്നാമത്തേത് വെല്ലുവിളികൾ ദൈവവചനവുമായോടനുബന്ധിച്ച്. Because the Bible says the word of God is alive and sharper than any two-edged sword, penetrates into the minds and thoughts. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. That means when you are living the word, Christians are living by the word of God.
ലോകത്തിലുള്ളവർ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള വിശ്വാസികളായ നാം കർത്താവിന്റെ വചനത്തിലാണ് ജീവിക്കുന്നത്. This is the written word on the paper with the black letters or red letters. It really makes no sense as long as you put it into the practice and you become the living word. ദൈവത്തിന്റെ വചനം വെറുതെ എഴുതി വെച്ചിരിക്കുന്നത് കറുത്ത അക്ഷരത്തിൽ അല്ലെ ചുവന്ന അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ അത് വ്യർത്ഥമാണ്. Somebody said that there are 4 gospels, but you are the 5th gospel that people are reading. People may not read all the 4 gospels in the Bible or Bible verses, but they're reading you every day. ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണ് 5ാമത്തെ സുവിശേഷം. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലുള്ള വ്യക്തികൾ നിങ്ങളെയാണ് വായിക്കുന്നത്. അവർ 4 സുവിശേഷങ്ങൾ വായിച്ചില്ലെങ്കിലും നിങ്ങളെയാണ് അവർ വായിക്കുന്നത്. It is true that it is glory to the Lord. Lord is using millions of his people, his servants, to preach all over the world in different languages, different places, and in different ways. But people are clearly reading the lives of Christians. അത് അത്ഭുതകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു കാര്യമാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ യേശു കർത്താവിന്റെ സാക്ഷികളായി ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നത്. പക്ഷേ ഏറ്റവും വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റു വ്യക്തികൾ നമ്മളെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, നമ്മളെയാണ് നോക്കുന്നത്. The crucial thing that I want to pinpoint is that your life, your talk, your behavior, your emotions, your moods, your smile, everything matters, or it is working for or against the unsaved people. നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ, നോട്ടങ്ങൾ, വിചാരങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിന് കാരണമായി തീരും. It is good that you are burdened, it's good that you are praying, it's good that you are shedding tears, but what about your life? Is it speaking the same thing what you are sharing? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കുവാൻ കഴിയുമോ? നമ്മൾ പറയുന്ന കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർ കാണുന്നത്? So it is, now you may be, I'm indirectly poking you that you may be the reason why they are not coming to the Lord. ഞാൻ നിങ്ങളെ ഒരു വിധത്തിൽ പറയുകയാണ്, നിങ്ങളായിരിക്കാം അതിന് കാരണം. നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ക്രിസ്തുവിലേക്ക് വരുന്നതിന് തടസ്സമായി. And Romans Paul says that, is it not because of you my name is being dishonored among the Gentiles? റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ എൻ്റെ പേര് കാരണം വരാതിരിക്കുവാൻ നിങ്ങളാണോ കാരണം? How, what kind of blame it is for the people of God that word of God is speaking about. എത്രമാത്രം ഒരു തെറ്റായ ഒരു കാര്യമാണ് നമ്മളെക്കുറിച്ച് അങ്ങനെ പറയുവാണെങ്കിൽ. So if the word of God, the Holy Spirit is the one who convicts, and the word of God speaks about God, and you are the evidence of the word of God is true, and if you are not right, you are contradicting to the word of God. ദൈവത്തിന്റെ ആത്മാവ് സത്യമെന്ന് നിങ്ങൾ പറയുകയും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് തെറ്റായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ കോൺട്രാഡിക്റ്റ് ചെയ്യുകയല്ലേ ദൈവവചനവുമായി. So with this we come to the picture that where God already placed in place the systems that they can come to the Lord, and now God continue to work through the word of God, through the Holy Spirit and you. Now what is your responsibility? What more God is expecting from you? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുവാൻ പോകുന്നത് എന്താണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. God has a great plan of salvation. ദൈവത്തിന് രക്ഷയുടെ ഒരു വലിയ പദ്ധതിയുണ്ട്. And we know how all things happen until the cross and the church is born and we are here. We are all we are in God's great big plan of salvation. നമ്മൾ ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയിലാണ് നാം ഇന്നായിരിക്കുന്നത്. Not only you are become the beneficiary of the plan, but you are also instrument in the plan. ദൈവത്തിന്റെ പദ്ധതിയുടെ അത് അനുഭവിക്കുന്നവർ മാത്രമല്ല, നമ്മൾ ദൈവത്തിന്റെ പദ്ധതിക്ക് പ്രാപ്തരായി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് പങ്കാളികളാകുവാൻ വേണ്ടിയും കൂടെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. First thing that what we are doing is we are concerned, burdened about them. നമ്മുടെ ആദ്യമായിട്ടുള്ള കാര്യം നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു എരിവ് അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ഒരു ബോധ്യം, ഒരു കൺസേൺ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. And once I think the founder of the Salvation Army, he said, God take me to the hell one day so that I can know the pain of the hell. സാൽവേഷൻ ആർമിയുടെ ഫൗണ്ടറായിട്ടുള്ള വ്യക്തി പ്രകാരം പറഞ്ഞു, ദൈവമേ ഒരു ദിവസത്തേക്ക് ദൈവം എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ, അതുകൊണ്ട് എന്തിനാന്ന് വെച്ചാൽ അതുമൂലം ഞാൻ അതിന്റെ ആ വേദന തിരിച്ചറിയുവാൻ വേണ്ടി. How many of you really burdened about unsaved person? നമ്മൾ എത്ര പേര് വിശ്വാസത്തിലില്ലാത്ത വ്യക്തികളെ കുറിച്ചുള്ള ഒരു ഭാരമുണ്ട്. This rich man realized only when he went to the hell, and he is not praying that please deliver me from here. സോ ആ ഒരു ധനവാനായ ഒരു വ്യക്തി താൻ നരകത്തിൽ ചെന്നതിന് ശേഷമാണ് താൻ അത് തിരിച്ചറിയുന്നത്. താൻ ഒരിക്കലും പറയുന്നില്ല തന്നെ അതിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി. But he is concerned about his brothers, those he knew that they are going to come back. തന്റെ സഹോദരങ്ങളെ പറ്റി തനിക്കൊരു ആത്മഭാരം ഉണ്ടാകുകയാണ്, അവര് ദൈവത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി. Why I am mentioning this? If you are not really burdened, just praying for the praying sake, pray that God give me the burden.
നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ആത്മഭാരം ഇല്ല എങ്കിൽ ഇന്നു മുതൽ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ദൈവമേ, എനിക്ക് ആ ഒരു ഭാരം തരണമേ. So, regarding the evangelism, Brother Stanley used to use this quote that the Bible talks about don't allow a person who is afraid of the warfare to go to the war. ദൈവവചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണുന്ന ഒരു വ്യക്തി യുദ്ധത്തിന് പോകുവാൻ വേണ്ടി ഭയമുള്ളൊരു വ്യക്തിയെ ഒരിക്കലും യുദ്ധത്തിന് അയക്കരുത്. That means if a person is not burdened for the winning the souls, he should not be in the team. ഒരു വ്യക്തി ഒരാളെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തി ഒരിക്കലും ഒരു ക്രിസ്തുവിനെ നേടുവാൻ വേണ്ടിയുള്ള ഒരു ടീമിലാകരുത്. It is not necessary that you should be completely know what to do, but one thing you should know that you should have the burden for the നിങ്ങൾക്ക് എല്ലാം അറിയണമെന്ന് വേണ്ട ഒരു കാര്യമില്ല, മറിച്ച് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ആത്മഭാരം ഉണ്ടായിരിക്കണം. If there is no burden, you should pray that please give me the burden. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ആത്മഭാരം ഇല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ ഉള്ളിൽ ആ ഒരു ആത്മഭാരത്തെ തരണം. Rachel prayed, give me a child or else I'll die. റേച്ചൽ പറഞ്ഞു, ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരിക, ഇല്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ. That should be our motto. The Lord give me some souls. ദൈവമേ, എനിക്കൊരു ആത്മാവിനെ തരണമെന്നായിട്ട് Not നമ്മുടെ necessarily പ്രാർത്ഥന. you have to go to the Orissa or Bihar somewhere and preach, become a big missionary. What is the first mission field is your own family and friends. നിങ്ങൾ ഒറീസയിലോ മറ്റിതര സ്ഥലങ്ങളിൽ പോകണമെന്നില്ല, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടുക, അതാകട്ടെ നിങ്ങളുടെ മിഷൻ. If God sends, that is a different issue, but your immediate you have need next to you that you should be burdened for this salvation. നിങ്ങളുടെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടുക എന്നുള്ളതാണ്. And as already mentioned, it is very, very important. I want to insist that you are living the life that you are preaching is important. നിങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ നിങ്ങളുടെ ജീവിതവും അതിന് അലൈനായി പോകണം എന്നുള്ളത് വളരെ Think important about a bald person going and advertising for the hair growth oil. നിങ്ങൾ ചിന്തിക്കുക, മുടിയില്ലാത്തൊരു വ്യക്തി എണ്ണയുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നതായിട്ട് മുടി വളരുന്നതിന് വേണ്ടി. You talk about it, believe in Jesus, God will give you peace, you will, God loves you and so many good values, but you don't practice. You fight with your wife, you shout at your children, and you are not showing what you are preaching. Then how do you think that they'll buy your product? ദൈവം സ്നേഹവാനാണ്, ദൈവം കാരുണ്യവാനാണെന്നൊക്കെ പ്രസംഗിക്കുകയും മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭാര്യയോട് വഴക്കുണ്ടാക്കുകയും കുഞ്ഞുങ്ങളോട് വഴക്കുണ്ടാക്കുകയും ആ ഒരു അനുഭവത്തിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും അതുമായിട്ട് അലൈൻഡ് ആണോ? It is very, very important that you live what you preach. നമ്മൾ പ്രസംഗിക്കുന്നതനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ More തയ്യാറാണ്. than the references and preaching the words that you use, but they're observing your life. How many husbands are not coming to the church, only wives are coming? How many wives alone are coming, not the husbands? How many children? I know that even the children of missionaries and pastors left the faith because there is no practical exemplary life from their parents or spouses. ചില കുടുംബങ്ങളിൽ ഹസ്ബൻഡ്സ് കടന്നു വരുന്നു, വൈഫ് കടന്നു വരുന്നില്ല, വൈഫ് കടന്നു വരുന്നു, ഹസ്ബൻഡ് കടന്നു വരുന്നില്ല. കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ നിന്ന് നഷ്ടപ്പെടുന്നു. കാരണം അവരുടെ ആ കുടുംബത്തിൽ അവർ കാണുന്ന കാര്യങ്ങൾ ദൈവവചനവുമായിട്ട് അവർ പ്രസംഗിക്കുന്ന കാര്യങ്ങളുമായിട്ട് അലൈൻഡായിട്ടല്ല. This is not a problem of now, it is a problem in the early church. പഴയ കാലത്തിലെ സഭകളിലും ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നു. The wives are worried about the husbands, they are not coming to the church. അവര് ഭർത്താവിനെ കുറിച്ച് ഭാരപ്പെട്ട് അവർ സഭയിലേക്ക് കടന്നു So വരാതിരിക്കും. Peter told in the 1 Peter chapter 3 verse 1 to 4. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ. Wives, in the same way submit yourself to your own husbands, so that if any of them do not believe the Lord, they may be won over with your words by behavior of their wives. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനവുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. I am not going to doctrine part of it, but this is very in hilarious ways that he puts the words here. ഇതിന്റെ ഒരു ദൈവിക തിയോളജിയുടെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, പക്ഷെ അത് വളരെ രസകരമായി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. Here is wife, here is husband. The complaint is my husband is not coming to the Lord. I am praying, I am doing everything. Then he says that, see, you are trying to impress your husband with all your beauty and everything, but impress him with your behavior. Then only he'll come to the Lord. നിങ്ങൾ പറയുന്നു, ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ എൻ്റെ ഭർത്താവ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിലേക്ക് തന്നെ നേടുവാൻ ദൈവം സഹായിക്കും. So he says that it's people are observing very carefully. Your friend to whom you are preaching, you are going to the church, Peter spoke like this and that, but what you are doing, you are not living like that. Why I want your God?
സോ ഇവിടെ മനുഷ്യർ പറയാൻ സാധ്യതയുണ്ട്, പത്രോസ് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പ്രസംഗിക്കുന്നു, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ സഭയിലേക്ക് വരണമെന്ന് താൻ ചോദിച്ചെന്ന് വരാം. So live the word that have great impact, that can bring people to the Lord. നമ്മൾ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നയിക്കാം. എന്തുകൊണ്ടെന്നാൽ മറ്റുള്ളവർ കർത്താവിലേക്ക് അതുമൂലം കടന്നു വരും. Paul also is mentioning something similar in Philippians chapter 1:27. ഫിലിപ്പിയ ലേഖനം 1-ാം അതിന്റെ 27-ാം വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നു, Whatever happens, conduct yourself in a manner worthy of gospel of Christ. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പീൻ. And he continues, then whether I come to see you or only hear about you in my absence, I will know that you stand firm in the spirit, striving together as one for the faith of the gospel. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങി പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കുന്നു. Here what he is complaining is that you are very good in my presence, but you are not good at in my absence. ഇവിടെ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ നല്ല വ്യക്തികളായിരിക്കുന്നു, പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലാത്തപ്പോൾ നിങ്ങൾ ഒരു വ്യത്യസ്തരായി പോകുന്നു. Sunday you are very good, Saturday you are fasting, Sunday you are coming, hallelujah, praise the Lord, and you are so charged, and going back, then Monday, Tuesday is different. നിങ്ങൾ ഞായറാഴ്ച ഇവിടെ വന്ന് ദൈവസന്നിധിയിലായിരിക്കും, നിങ്ങൾ ചാർജ്ഡ് ആയിട്ട് കടന്നു പോകുന്നു, പക്ഷേ തിങ്കളും ചൊവ്വയാകുമ്പോഴത്തേക്ക് നിങ്ങൾ വ്യത്യസ്തരായി മാറുന്നു. So your burden for your relatives or friends is waste, your prayers are waste if you are not living the exemplary life. നിങ്ങൾ നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾ, നിങ്ങളുടെ ബന്ധുമിത്രാദികളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ നിങ്ങൾ അതിഭാരത്തോടായിരിക്കുന്നു എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതം ദൈവവചന പ്രകാരം അല്ലെങ്കിൽ അത് വ്യർത്ഥമാണ്. After doing everything, if everything is correct and right, you are not doing any negative things that I spoke, but if still nothing positive is happening, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു, ഞാൻ പറഞ്ഞ തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നിട്ടും ഒന്നും സംഭവിക്കാതിരിക്കുന്നെങ്കിൽ one last thing you have to do, ഒരു കാര്യം നിങ്ങൾ അവസാനമായി ചെയ്യണം. be patient. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. Be patient. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. Do not be judgmental. നിങ്ങൾ മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടായിരിക്കരുത്. These are the two things where people fail. They pronounce the negative confession. ഇത് ഇങ്ങനത്തെ ഈ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് ആളുകൾ പരാജയപ്പെടുന്നത്. Now my question is, who saves a person? എൻ്റെ ചോദ്യം ഇപ്രകാരമാണ്, ആരാണ് ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുന്നത്? Is it you or God? നിങ്ങളാണോ ദൈവമാണോ? It's not our work. You cannot save a person. നമ്മൾക്ക് ഒരു കാരണവശാലും ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുവാൻ സാധിക്കില്ല. You are an instrument of salvation. നമ്മളൊരു ജസ്റ്റ് ഒരു പാത്രം മാത്രമാണ് You ആയിത്തീരുന്നത്. can lead them through the way that they're supposed to go. അവരെങ്ങനെയാണ് പോകേണ്ടതെന്ന് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കുവാൻ, മാതൃക കാണിക്കുവാൻ The മാത്രം real കഴിയും. conviction that's supposed to happen in the heart, everything is in God's hand, and God knows when and how. ദൈവത്തിന്റെ കരത്തിലാണ് അത് കയ്യിലായിരിക്കുന്നത്. എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. While God is doing everything, you should not poke and you should not be judgmental, you should not be impatient with them, and then you lose them. ദൈവം എന്താ ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് വിധിക്കുവാനോ അല്ലെങ്കിൽ ദൈവത്തോട് ചോദ്യം ചെയ്യുവാനോ ഇടയാകരുത്. My bottom point is this: എൻ്റെ അവസാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, God never fails in his plans and purposes. ദൈവം ഒരു നാളും ദൈവത്തിന്റെ പദ്ധതിയിൽ പരാജയപ്പെടുകയില്ല. And he has his own efforts in the past and the present and continuously in the future. God is doing everything so that they'll come to the knowledge of Christ. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾ കടന്നു വരുവാൻ കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും ഇനിയും സാധിക്കുമെന്ന് ഞാൻ പരിപൂർണ്ണമായി Your part വിശ്വസിക്കുന്നു. is be faithful to the Lord and live the word of the Lord, and there is no powerful message then that you can give to them. നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുക, മറ്റൊന്നും ചെയ്യേണ്ട. ദൈവം തന്റെ കാര്യം ചെയ്തുകൊള്ളും. Me and my family and family members always hold this promise and pray for our salvation. Acts chapter 16, 30 verse 31. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യത്തെ ക്ലെയിം ചെയ്തുകൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. Paul given the promise to them how the family come to the Lord. അവിടെ പൗലോസ് അപ്പോസ്തലൻ തന്റെ കുടുംബാംഗങ്ങൾ എങ്ങനെ ക്രിസ്തുവിലേക്ക് കടന്നു വന്നതിനെ പറ്റി പറയുന്നുണ്ട്. He says that you believe, you and your household will be saved. Verse 31. വിശ്വസിക്കുക, നിങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. You believe, നിങ്ങൾ വിശ്വസിക്കുക, and you and your family household will be saved. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. Hold this promise, Lord. You promise that if I am saved, my family members also will come to the Lord. നിങ്ങൾ ദൈവത്തോട് പറയുക, കർത്താവേ, ഞാൻ വിടുവിക്കപ്പെട്ടെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങളും രക്ഷയിലേക്ക് കടന്നു If വരും. God spoken to you, if there is anything that you have to rectify, don't feel shy. Go and rectify with them.
have love relationship with them so that you will not lose them again. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവഹിതമല്ലാത്തതുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക, മറ്റുള്ളവരോട് ഏറ്റുപറയുക. ദൈവം ആ കാര്യങ്ങൾ പ്രവർത്തിക്കട്ടെ. God bless you with this. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.